ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിൽക്കുന്നത് ഗോൽക്കൊണ്ട കോട്ട, അതായത് ഹൈദരാബാദിൽ സ്ഥിതി ചെയ്യുന്ന ഗോൽക്കൊണ്ട കോട്ടയിലാണ്. ഈ കോട്ടയുടെ ഉത്ഭവം, അതായത് ഈ കോട്ടയുടെ ചരിത്രം തുടങ്ങുന്നത് AD 13-ാം നൂറ്റാണ്ടിൽ കാകതീയ രാജവംശമാണ് ആദ്യമായിട്ട് ഈ കോട്ട നിർമ്മിക്കുന്നത്. പിന്നീട് മാറി മാറി വന്ന ഭരണകർത്താക്കൾ ഇതിനെ പുനർനിർമ്മിച്ചിട്ടുണ്ട്. അതായത് പിന്നീട് ഭരണരാജവംശങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. അവരെല്ലാം ഇത് പുനർനിർമ്മിച്ചിട്ടുണ്ട്. ഇന്ന് കാണുന്ന ഈ രൂപത്തിലേക്ക്, ഇങ്ങനെ പുനർനിർമ്മാണത്തിന് ശേഷമാണ് ഈ കാണുന്ന രൂപത്തിലേക്ക് എത്തിയിട്ടുള്ളത്. 120 മീറ്റർ ഉയരമുള്ള, അതായത് 390 അടി ഉയരമുള്ള ഗ്രാനൈറ്റ് കുന്നിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഹൈദരാബാദ് നഗരത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് 11 കിലോമീറ്റർ അകലെയാണ് ഈ ചരിത്രപ്രധാന കോട്ടയുള്ളത്. അതായത് കാകതീയ രാജവംശത്തിൻ്റെയും റാണി രുദ്രാമദേവിയും അദ്ദേഹത്തിൻ്റെ പിൻഗാമി പ്രതാപരുദ്രയും ഈ കോട്ട പിന്നീട് പുനർനിർമ്മിച്ചിട്ടുണ്ട്. തുടർന്ന് ഹൈദരാബാദ് ഭരിച്ച കുതുബ് ഷാഹി രാജവംശമാണ് ഈ കോട്ടയ്ക്ക് ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് പുനർനിർമ്മിച്ച് ഭംഗി കൂട്ടിയിരിക്കുന്നത്. 400 വർഷത്തോളം ഈ പ്രദേശം കുതുബ് ഷാഹികളുടെയും നിസാമുകളുടെയും വസതിയായിരുന്നു. 1525-ലാണ് കുതുബ് ഷാഹി രാജാക്കന്മാർ ഈ കോട്ട പുനർനിർമ്മിച്ചത്. നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടായിട്ടും ഈ കെട്ടിടത്തിൻ്റെ ഭൂരിഭാഗവും കേടുകൂടാതെ നിൽക്കുന്നത് അന്നത്തെ ഈ ഒരു വാസ്തുവിദ്യയുടെ പ്രത്യേകത നമുക്ക് കാണാം. അതായത് കോട്ടയുടെ വാസ്തുവിദ്യയും ഘടനയും രജപുത്ര വാസ്തുവിദ്യയുമായി ബന്ധപ്പെട്ടുള്ളതുമാണ്. ഗോൽക്കൊണ്ട കോട്ട ഇപ്പോൾ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ്. ഇതിൻ്റെ ചരിത്ര പ്രാധാന്യം കണക്കിലെടുത്ത് 1931 മുതൽ ഇത് ദേശീയ സ്മാരകമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 1997-ലാണ് യുനെസ്കോ ഇതിനെ ലോക പൈതൃക സ്ഥലമായി പ്രഖ്യാപിച്ചത്. ഹൈദരാബാദിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഈ കോട്ടക്കുന്നിന് ചുറ്റും അതിമനോഹരമായ കാഴ്ചയാണ് നമുക്ക് കിട്ടുക. അതായത് അതിമനോഹരമായ താഴ്വര, വയലുകളും മരങ്ങളും ബിൽഡിംഗ് കാടുകളും നമ്മുടെ കണ്ണുകൾക്ക് നല്ലൊരു കുളിർമ തന്നെ നൽകും. ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കോട്ട ആയതിനാലാണ് ഇതിന് ഗോൽക്കൊണ്ട അഥവാ പർവ്വതക്കോട്ട എന്ന പേര് വന്നത്. പല കാലങ്ങളിലായി ഭൂകമ്പം, വെള്ളപ്പൊക്കം തുടങ്ങി പ്രകൃതിക്ഷോഭങ്ങൾ ഈ കോട്ട പലതവണ പുനഃസ്ഥാപിക്കാൻ കാരണമായിട്ടുണ്ട്. ഇവിടെയുള്ള മറ്റൊരു ചരിത്രം, ഇവിടുത്തെ ഈ നെല്ലിവറയിൽ ആയിരുന്നത്രേ കാകതീയ രാജാക്കന്മാരൊക്കെ അന്നത്തെ വിലപ്പെട്ട രക്തങ്ങളായിട്ടുള്ള കോഹിനൂർ, ഹോപ്പ് തുടങ്ങിയ രക്തങ്ങൾ സൂക്ഷിച്ചിരുന്നത്. അങ്ങനെയുള്ള ചരിത്രങ്ങളാണ് ഈ കോട്ടയ്ക്കുള്ളത്. ഒരുപാട് സന്ദർശകരാണ് കേട്ടോ ഇവിടെ എത്തുന്നത്. പഴയകാലത്തിൻ്റെ ചരിത്രം നമുക്ക് ഇങ്ങനെ കാണാവുന്നതാണ്. ഇതിൻ്റെ മുകൾ തട്ടിലേക്ക് നമ്മൾ കയറാം. വളരെ ഇടുങ്ങിയൊരു വഴിയാണ് അവിടേക്ക് കയറാൻ ആയിട്ടുള്ളത്.
ഇപ്പം ഞാൻ എത്തിയിട്ടുള്ളത് ഏറ്റവും ടോപ്പിലാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ എല്ലാ ഭാഗവും ഒരു കുന്നിൻ്റെ മുഴുവൻ ഭാഗത്തേക്കും നമുക്ക് കാണാൻ സൗകര്യമുണ്ട്. നമുക്കൊക്കെ അന്നത്തെ രാജാക്കന്മാർക്കൊക്കെ ശത്രുക്കളൊക്കെ പെട്ടെന്ന് തിരിച്ചറിയാൻ, പെട്ടെന്ന് മനസ്സിലാക്കാനും വളരെ ഉപകാരപ്പെട്ടൊരു കേന്ദ്രമാണ് കുന്നിൻ്റെ മുകളിൽ. ബാക്കിയൊക്കെ പരന്ന് എടുക്കുന്ന ഒരുപാട് പ്രദേശങ്ങളാണ്. വളരെ സുന്ദരമായ കാഴ്ചകളാണ് ചുറ്റുപാടും നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ ഇങ്ങോട്ട് തിരിച്ചിറങ്ങുകയാണ്. തിരിച്ചിറങ്ങുമ്പോഴും പല കാഴ്ചകളും കാണാനുണ്ട്. വൈകുന്നേരമായതുകൊണ്ട് ഞാൻ വളരെ പെട്ടെന്ന് മുകളിലേക്ക് കയറി. അതിനുശേഷമാണ് താഴേക്കുള്ള കാഴ്ചകളൊക്കെ നമ്മൾ പകർത്തുന്നത്. വൈകുന്നേരം ആകുന്ന സമയത്ത് ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ അവർ തിരിച്ചിറക്കാൻ നോക്കും. അതിന് മുമ്പായിട്ട് തന്നെ ഞാൻ ആദ്യമേ മുകൾ ഭാഗം കവർ ചെയ്ത് അതിനുശേഷമാണ് താഴേക്ക് ഇറങ്ങുന്നത്. താഴെയുള്ള കാഴ്ചകൾ കുറച്ചുകൂടി പകർത്തുന്നത്. പിന്നെ ഇതിൻ്റെ അകത്തൊരു ജയിലുണ്ട്. അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന ഒരു ജയിൽ. ആ കാഴ്ചകളിലേക്കാണ് ഇനി പോകുന്നത്. बारिश होती तो बाहर नहीं जाते थे, बकेट से रस्सी बांधकर ये ऊपर होले वहां से उसको खाना पानी डाल जाएंगे ऊपर। हाँ ऊपर दर्शन करना है, दर्शन तो चप्पल डालो जाकर इसको जाना है। अभी तो चप्पल में चले गए।
അയ്യോ ഇങ്ങനെ മല്ല